ഒരു ഗ്രാമത്തിലൂടെ ഇറങ്ങിച്ചെന്നുകൊണ്ടിരിക്കുകയാണ്. വെറുതെ ഒഴുകി വരുന്ന വെള്ളം മാത്രമേ ഉള്ളൂ കേട്ടോ, വേറെ കുഴപ്പമൊന്നുമില്ല. 170 കിലോമീറ്റർ ഇനിയും പോകാനുണ്ട് കേട്ടോ അംബികാപൂരിലോട്ട്. കൽക്കരിയാണ് കേട്ടോ, നമ്മുടെ കൽക്കരി ഖനനമാണ് ഇവിടെ നടക്കുന്നത്. പിന്നെ മുന്നിൽ പുലിയൂർ മല ഉണ്ട്. ഇതൊക്കെ ക്ഷേത്രം എന്തോ ആണ്, ഞാൻ കാണിച്ചു തരാം കേട്ടോ. അടിപൊളിയുണ്ട് കാണാൻ. ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് കൊർബ എന്നൊരു സ്ഥലത്താണ് കേട്ടോ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ബിലാസ്പൂരിലായിരുന്നു. ബിലാസ്പൂരിൽ നിന്ന് ഞാനിപ്പോൾ കൊർബ എന്നൊരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് അംബികാപൂർ എന്ന് പറഞ്ഞൊരു സ്ഥലത്തോട്ട് ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ നമ്മൾ കാണാൻ വേണ്ടി പോവാണ്. ഒന്ന് ഫ്രഷ് ആയിട്ടില്ല. അപ്പോൾ ഇവിടെ അടുത്തൊരു ചെറിയൊരു കുളിക്കാൻ പറ്റിയ ചെറിയൊരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന് ഫ്രഷൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും യാത്ര തുടങ്ങണം. അപ്പോൾ എന്നും പറയുന്ന പോലെ എന്നോടൊപ്പം നിങ്ങളും യാത്ര ചെയ്യാം, നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം. ലാസ്റ്റ് വെഞ്ചേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, ഈ കാണുന്നതാണ് കൊർബ റെയിൽവേ സ്റ്റേഷൻ. നമ്മൾ കൊർബ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി പുറത്തോട്ട് ഇറങ്ങി നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മളിനി അംബികാപൂർ കൊണ്ടൊരു സ്ഥലത്തോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പോണ വഴിയുള്ള കാഴ്ചകളാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. തുടക്കം തന്നെ നല്ല നാടൻ ഗ്രാമപ്രദേശവും അവിടുത്തെ കച്ചവട സ്ഥാപനങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പറയുന്നത്. നമുക്ക് ഇനി ഇവിടെ നിന്ന് ഫുഡ് എന്തെങ്കിലും കഴിച്ചിട്ട് നമുക്ക് ബാക്കി പരിപാടി നോക്കട്ടോ. ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളപ്പോഴേ കണ്ടതിൻ്റെ മറ്റൊരു ഭാഗമാണ് കേട്ടോ. അതായത് ഇപ്പോഴും വലിയ അപ്ഡേഷനൊന്നും സംഭവിക്കാത്ത ഒരു ചെറിയ ഗ്രാമപ്രദേശം എന്നൊക്കെ പറയാൻ കഴിയും. നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തിറങ്ങിയിട്ടുണ്ട്. കണ്ടോ, ഒരു നാടൻ ഗ്രാമം. എന്ത് രസമല്ലേ കാണാൻ. ഒരു പ്രത്യേക ഭംഗി നിറഞ്ഞൊരു ഗ്രാമപ്രദേശം. ഇവിടുത്തെ വീടും അതുപോലെ തന്നെ ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ കണ്ടില്ലേ, ആൽമരവും ആൽത്തറയും. ആഹാ, എന്തോ രസമല്ലേ കാണാൻ. അവിടെ കണ്ടോ, ഒരു കുഞ്ഞി പച്ചക്കറി പീടിയൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ എന്തൊക്കെ പാട്ടൊക്കെ വെച്ചിട്ടുണ്ട്. അവിടെ ഒരു സൈക്കിൾ കട കാണാൻ കഴിയും. കുറച്ചും കൂടെ നടന്നെത്തിയപ്പോൾ അവിടെ ഒരു ചെറിയൊരു തോട് പോലെ സംഭവമൊക്കെ ഒഴുകാനാണ്. ഇത് വലിയൊരു കനാലാട്ടോ. ചിലപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു ഉത്ഭവത്തിൽ നിന്നായിരിക്കും കുളിക്കാൻ പോകുന്നത്, അറിയില്ല. അവിടെ കുറേ ആളുകൾ കുളിക്കുന്നുണ്ട്. മിക്കവാറും നമ്മൾ ആ ഭാഗത്ത് അവിടെ ആയിരിക്കും നടന്നു പോകാൻ പോകുന്നത്. നോക്കാം നമുക്ക്. ഇവിടെ കണ്ടില്ല, ഇവിടുത്തെ ഏരിയൻ്റെ ഒക്കെ ഒരവസ്ഥ കണ്ടില്ല നിങ്ങൾ. വലിയ അപ്ഡേഷനൊന്നും സംഭവിക്കാത്ത ചെറിയൊരു ഗ്രാമമാണ്. ഇതിൻ്റെ ഒരു ഭംഗി ഇതൊക്കെ തന്നെയാണ് കേട്ടോ. കൊർബ എന്ന് പറഞ്ഞൊരു ഗ്രാമത്തിൻ്റെ ചെറിയൊരു നഗരപ്രദേശമാണ് ഈ കാണുന്നത്. ഇതാണ് ഇതിൻ്റെ നഗരപ്രദേശം എന്ന് പറയുന്നത്. തുടക്കം തന്നെ ഇങ്ങനെ കേട്ടോ അവസ്ഥ. ഏതായാലും നല്ല രസമുണ്ട് കാണാൻ. അത്യാവശ്യം ജനങ്ങളും ആളുകളൊക്കെ ഉണ്ട് ഈ ഭാഗത്ത്. ഇപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ നടന്ന് ചെറിയൊരു ജംഗ്ഷനിലോട്ട് വന്ന് എത്തിച്ചേർന്നിട്ടുണ്ട്. ഇവിടെ കണ്ടില്ലേ, ഇങ്ങനെയൊക്കെയോ ഉള്ളൊരു സ്ഥലമാണ്. ഒരു ഐഡിയയും കിട്ടണില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ഏരിയയിലൊക്കെ വരുന്നത് കേട്ടോ. ഇവിടെ വലിയ വൃത്തി കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ നല്ല ചൂടും ഉണ്ട് കേട്ടോ. അവിടെ എല്ലാ അതികാടിനുള്ള വെയിലാണ്. എന്നിരുന്നാലും അത്ര വലിയ ചൂട് നമുക്ക് ദേഹത്ത് കൊള്ളുന്നില്ല. കാരണം ഇവിടെ ചെറിയൊരു തണുപ്പുള്ള പ്രദേശം ആയതുകൊണ്ട് വലിയ ചൂടും കാര്യങ്ങളൊന്നും അനുഭവിക്കുന്നില്ല. ഞാൻ കുറച്ചുകൂടെ നടന്ന് ഇവിടെ എത്തി. ഇനിയിപ്പോൾ ഒരു 1 കിലോമീറ്റർ നടക്കാനുണ്ട് ഞാൻ പറഞ്ഞ ആ സ്ഥലത്തോട്ട്. അതായത് ചെറിയൊരു കുളിക്കുന്ന സ്ഥലമാണ് കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന പോലെ വലിയ ആഴമൊന്നുമില്ലാത്ത ചെറിയ സ്ഥലമാണ്. നമുക്ക് പോയി നോക്കാം എന്താ അവസ്ഥ. നമുക്ക് കുഴപ്പമൊന്നും കണ്ടാലേ അറിയുള്ളൂ. എല്ലായിടത്തും അവന്മാരെ കാണാൻ കഴിയും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൊതുശല്യമാണ്. പക്ഷെ പാവങ്ങളാണ്, ഉപദ്രവകാരികളൊന്നുമല്ല. പക്ഷെ നട റോഡിലൊക്കെ നിൽക്കുമ്പോൾ വണ്ടികളൊക്കെ ആക്സിഡൻ്റ് ആവാൻ ഇവന്മാരാണ് ഭയങ്കര വലിയ കാരണം. എല്ലാം കൊണ്ടും ഈ ഒരു ചെറിയൊരു ഗ്രാമമാണെങ്കിൽ പോലും ഇവിടെ എല്ലാവിധ സംവിധാനങ്ങളും ഉണ്ട് കേട്ടോ. അതായത് എല്ലാവിധ കടകളും കാര്യങ്ങളും ഉണ്ട്. പാർട്ടി പരിപാടി വരുന്നുണ്ട്. എന്നത്തെയും പോലെ അതൊരു വലിയ ശല്യമാണ്. നമ്മൾ ചെറിയൊരു കവാടത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഒന്ന് അങ്ങോട്ടും ഒന്ന് ഇങ്ങോട്ടും എന്തൊക്കെ ആരവന്മാർക്ക് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഹിന്ദി ഒരുപാട് വായിക്കാൻ അറിയാത്ത കാരണം കൊണ്ട് ഞാൻ അതിലൊരുപാട് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നില്ല. നമുക്ക് താഴോട്ട് നോക്കി പോവാം. ബസ് സർവീസൊക്കെ ഉണ്ട് കേട്ടോ, ഞാൻ പറയാൻ വിട്ടുപോയി. ബസ് സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ കൂടുതലും ഇലക്ട്രിക് ഓട്ടോസൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, എല്ലാ വലിയ സംവിധാനം. ഇവിടെ ഒരു അഴുക്ക് ചാലൊക്കെ പോകുന്നുണ്ട്. നല്ല സ്മെല്ലുണ്ട് ഇവിടെ. അതുപോലെ തന്നെ ഇലക്ട്രിക്കിൻ്റെ ഓട്ടോസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എല്ലായിടത്തും ഉണ്ട് കേട്ടോ. അത് ഭയങ്കര ചീപ്പാണ്. അതായത് ഒരു 4 കിലോമീറ്ററൊക്കെ സഞ്ചരിക്കാൻ വരും 10 രൂപ കൊടുത്താൽ മതി കേട്ടോ. എല്ലാവിധ സംവിധാനമുണ്ട്. മൊബൈൽ ഷോപ്പ് അടക്കമുള്ള പലചരക്ക് സ്റ്റേഷനറി വീഡിയോയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഉണ്ടോ, നമ്മുടെ ചാണകം കൊണ്ട് മെഴുകിയ നല്ല തറയൊക്കെയാണ് മുന്നിലുള്ളത്. ഗൈസ്, ഇവിടെ എന്തൊക്കെയോ ഹോപ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ കാണാൻ കഴിയും കേട്ടോ.
അത്യാവശ്യം ഷോക്കാണ് അതിൻ്റെ അവസ്ഥ. നമ്മളിപ്പോൾ എത്തിയെന്ന് തോന്നുന്നു ഇതിൻ്റെ അടുത്ത്. നമുക്ക് ഈ ഭാഗത്തായിട്ട് നമ്മൾ അപ്പോഴേ കണ്ട ആ ഒരു ചെറിയൊരു തോടിൻ്റെ വേറൊരു ഭാഗത്ത് എത്തിയിരുന്നു. നല്ല പച്ച കളർ നല്ല ക്ലീൻ ആയിട്ടുള്ള വെള്ളമുണ്ട്, വല്ല അഴുക്കും കാര്യങ്ങളൊന്നുമില്ല. കുറേ ആളുകളൊക്കെ ആ സൈഡിൽ ഇറങ്ങി കുളിക്കണ്ടായിരുന്നു ആ ഭാഗത്ത്. നമുക്കിതിൻ്റെ ഒരു എൻ്റെ സേഫായിട്ടുള്ളൊരു എൻഡിലോട്ട് പോവാം. ആ ദൂരെ കാണുന്നത് ഒരു ഈ ഡാമൊക്കെ ക്ലോസ് ചെയ്യുന്ന ഒരു ഷട്ടറില്ലേ, ആ സാധനമാണ് കേട്ടോ. അതിപ്പോൾ ഓപ്പണാണ്. ഇവിടെ ഒരു ഷട്ടർ കാര്യങ്ങളുണ്ട് കണ്ടോ. നല്ല ഭംഗിയുള്ളൊരു സ്ഥലമല്ലേ. ഞാൻ ഇത് ഇവിടെ ഉണ്ടെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ജസ്റ്റ് ഒരു ഗൂഗിൾ മാപ്പിൽ ഞാൻ നിയർ മീ ടൂറിസ്റ്റ് പ്ലേസസ് കൊണ്ട് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തപ്പോൾ കിട്ടിയതാണ് കേട്ടോ ഈ സംഭവം. എന്തായാലും കൊള്ളാം, അടിപൊളിയാണ്. ഭയങ്കര വെയിലാണ്, മുഖമൊക്കെ ഫുള്ള് ഡസ്റ്റ് ആട്ടോ. അതാണ് ഇങ്ങനെ കരിവാളിച്ചിരിക്കുന്നത്. അതായത് യാത്ര ചെയ്തിട്ട് ഞാൻ മുഖമൊന്നും വാഷ് ചെയ്യാനുള്ള സമയം കിട്ടിയില്ല. കൊടുക്കുന്ന സൗണ്ട് കാഴ്ച എന്താ പറഞ്ഞത്, മുഖമൊക്കെ ഭയങ്കര ഡസ്റ്റും കാര്യങ്ങളും. ഇനി പോയിട്ട് ഒന്ന് മുഖമൊക്കെ ഒന്ന് വാഷ് ചെയ്താലൊന്ന് നീറ്റ് ആവുള്ളൂ. കണ്ടില്ലേ, ഫുള്ള് ഓയിലേ സ്കിന്നാട്ടോ. ഫുള്ള് ഓയിലാണ് സ്കിന്നിൽ ഒട്ടിപ്പിടിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇന്ന് കുളിച്ച് ഫ്രഷ് ആകുമ്പോഴേക്കും ശരിയാവുമെന്ന് വിചാരിക്കുന്നു. തിരിച്ച് റിട്ടേൺ നടക്കുകയാണ്. ഒരു 100 മീറ്റർ അങ്ങോട്ടോ. നമ്മൾ കൂടുതൽ നടന്ന് ഇങ്ങോട്ട് വന്നു. അടുത്ത് തന്നെ കേട്ടോ. എല്ലാവർക്കും അറിയാം അവിടെ, കാരണം എല്ലാവരും പോയി കുളിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ്. നമുക്ക് പോയി നോക്കാം കേട്ടോ. സേഫാണെങ്കിൽ മാത്രമേ ഇറങ്ങാൻ പാടുള്ളൂ. നമ്മൾ യാത്ര പോകുമ്പോൾ എല്ലാവരോടും കാര്യം പറയുന്നത്, നമ്മളിതുപോലൊക്കെ യാത്ര പോകുന്ന സമയത്ത് ഒരു കുളമോ അല്ലെ പുഴയൊക്കെ ഇറങ്ങി ചാടാനൊക്കെ തോന്നും. ഒരിക്കലും ചെയ്യാൻ നിൽക്കരുത്. നിങ്ങൾക്ക് നീന്താൻ അറിയാമെങ്കിൽ കൂടി ഭയങ്കര അപകടമായ കാര്യങ്ങളാണ്. ഒരിക്കലും ഇറങ്ങി കുളിക്കരുത്. ഒരു സ്റ്റെപ്പിൽ ഇരുന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഇന്ന് കോരി കുളിക്കുക എന്നല്ലാതെ റിസ്ക് എടുക്കരുത്. ചിലപ്പോൾ കൂട്ടുകാരന്മാരെ കൂടെ ഉണ്ടാവും, ആളാവാൻ വേണ്ടിയിട്ട് എടുത്ത് ചാടുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ജീവനാപത്താണ്. ആ ഉള്ളൊരു ഒരേ ഒരു ലൈഫാണ്. അത് നിങ്ങൾ വേണം സൂക്ഷിക്കാൻ. നമുക്ക് ആ ഭാഗത്തിൽ പോയി നോക്കാം കേട്ടോ. ഒരു ഗ്രാമത്തിലൂടെ ഇറങ്ങിച്ചെന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു അടിക്ക പോയാ ഉണ്ടല്ലേ, ഒരു മിനി ഗ്രാമമാണ് കേട്ടോ. രണ്ട് സൈഡും ഒരു സാധാരണ ഗ്രാമപ്രദേശം. ഹായ് ഭയ്യ. എല്ലാവരും ഭയങ്കര ക്യാമറ ഫ്രണ്ട്ലിയാണ്. ഒരു സാധാരണ ഗ്രാമപ്രദേശമാണ് കേട്ടോ. ഈ വെള്ളത്തിലൂടെയാണ് നമ്മൾ കുളിക്കാൻ പോകുന്നത് തോന്നുന്നു. ഇവിടെ വലിയ ആഴമൊന്നുമില്ല, നമുക്ക് അവിടെ പോയി നോക്കാം. ഇതിൻ്റെ പേര് കിട്ടി. അതായത് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്തിൻ്റെ പേര് ജർണ എന്നാണ്. അതായത് കണ്ടു ജർണ എന്നാണ്. ഈ ജർണയിലാണ് നമ്മളിപ്പോൾ ഇറങ്ങി കുളിക്കാൻ പോകുന്നത്. എൻ്റെ നാട്ടിൽ ഇതുപോലത്തെ ഒരു സംഭവമൊക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഉണ്ട് കാണാൻ. ഭയങ്കര ചൂടാണ്. ഒന്ന് കുളിച്ച് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. എങ്ങനെ ഇറങ്ങാമെന്നൊരു ഐഡിയ ഇല്ല. പോയി നോക്കട്ടെ കേട്ടോ. നമ്മളിപ്പോൾ എൻ്റെ ചുറ്റിനും കാണുന്നത് ഒരു സാധാരണ ഗ്രാമപ്രദേശമാണ്. നല്ല ക്യൂട്ടായിട്ടുണ്ട് കാണാൻ. അപ്പോൾ ഞാൻ ഇതുപോലെ മുമ്പും ടി വിയിലും മൊബൈലിലൊക്കെ കണ്ടിരുന്ന പോലെ ഗ്രാമപ്രദേശം ഞാനിപ്പോൾ ശരിക്കും ഇറങ്ങി യാത്ര ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ എത്തി ജർണയിൽ. ഇതാണ് ഗായ്സ് ജർണ എന്ന് പറയുന്നത്. ഇത് കണ്ടില്ലേ, ഭയങ്കര അതായത് ആഴമില്ലാത്തൊരു സംഭവമാണ്. കുട്ടികൾക്ക് വരെ ഇറങ്ങി കുളിക്കാൻ കണ്ടില്ലേ. അവിടെ പിള്ളേരൊക്കെ എൻജോയ് ചെയ്ത് കളിക്കുന്ന കാണാൻ കഴിയും കണ്ടോ. അപ്പോൾ ഏതായാലും ഒരു കുളിയൊക്കെ പാസ്സാക്കിയിട്ട് നമുക്ക് യാത്ര തുടങ്ങാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, കുളിച്ച് കുട്ടപ്പനായിട്ടുണ്ട്. ഇനി കുറച്ച് നേരത്തേക്ക് മുടി ഇതാ ഇങ്ങനെ ആയിരിക്കും കേട്ടോ. ഒരു സ്ഥലം നിർത്തിയാൽ നിൽക്കില്ല. അപ്പം എൻ്റെ പുറകിൽ ഒരു സമാധിയൊക്കെ കാണുന്നുണ്ട്. പിന്നെ അത്യാവശ്യം പരന്ന് നടക്കുന്ന വലിയൊരു ഭൂപ്രദേശമുണ്ട് ഇവിടെ കാണാൻ കഴിയുന്നത്. ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ, വലിയൊരു ഭൂപ്രദേശവും കാര്യങ്ങളൊക്കെയാണ്. നമ്മളിത് അവിടെ കുളിച്ചത്. നല്ല നീറ്റ് പ്രദേശം, വെള്ളമൊക്കെ അടിപൊളി കേട്ടോ. ഒരു കച്ചറ കാര്യങ്ങളൊന്നുമില്ല. ഈ പ്രദേശം കണ്ടില്ല നിങ്ങൾ, ഭയങ്കര നീളം കൂടി അത്രയും പരന്നടക്കുന്നത്. ഇവിടുന്ന് നോക്കുമ്പോൾ ചെറുതുപോലെ തോന്നുന്നത് നിങ്ങൾക്ക്, പക്ഷെ അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് കേട്ടോ. കണ്ടില്ലേ. നമുക്ക് തിരിച്ച് നടക്കാൻ വന്ന വഴിയിലൂടെ ഇതാണ് നമ്മൾ കണ്ട ആ ഗ്രാമപ്രദേശം. ഈ വഴിയാണ് നമ്മൾ വന്നത്. അതായത് നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് അവിടെ ഒരു 3 കിലോമീറ്റർ ഞാൻ ലിഫ്റ്റ് അടിച്ച് വന്നു കേട്ടോ. പെട്ടെന്നൊരു ബയ്യ ലിഫ്റ്റ് വന്നു. അപ്പോൾ നമ്മളൊരു റെയിൽവേ ക്രോസിങ്ങിൻ്റെ അടുത്ത് എത്തിയിട്ട് എൻ്റെ ബാക്കിൽ റെയിൽവേ ക്രോസിങ് കാണാൻ കഴിയും. അതായത് നമ്മുടെ കൊർബ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വരുന്ന റൂട്ട് തന്നെ കേട്ടോ. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അംബികാപുരം കൊണ്ടൊരു ഇവിടുന്ന് ഒരു 170 കിലോമീറ്റർ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇന്ന് നമ്മളവിടെ എന്തായാലും എത്തില്ല. പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും ക്യാമ്പ് ചെയ്യേണ്ടി വരും. അപ്പോൾ മുഖമൊക്കെ കുളി കഴിഞ്ഞ ശേഷം മുഖമൊക്കെ ഭയങ്കര ഡ്രൈ ആയി കാര്യം ട്രെയിൻ വരുന്നുണ്ട്. ഞാൻ എന്തായാലും പാളം കറക്കട്ടെ കേട്ടോ. നമ്മളിപ്പോൾ ഒരു ജംഗ്ഷൻ എത്തിച്ചേരുന്നുണ്ട് കുറച്ചുകൂടെ നടന്നിട്ട്. ഇതും ട്രെയിനൊക്കെ പോകുന്നുണ്ട്. ഇതും കൊർബയിലൊരു ജംഗ്ഷൻ തന്നെയാണ് കേട്ടോ. ഒരു പാർട്ടി പരിപാടിയൊക്കെ നടക്കുന്നുണ്ട് ഈ ഭാഗത്ത്. നമുക്ക് ഇനി അപ്പുറം കിടക്കാം കേട്ടോ. നമുക്ക് ഇനി ലിഫ്റ്റ് അടിച്ചിട്ട് കുറേ ദൂരം പോകാനുണ്ട്. ഈ ഭാഗത്ത് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് അതിമനോഹരമായിട്ടുള്ളൊരു നഗരമാണ് കേട്ടോ. അതായത് കണ്ടില്ലേ, പോസ്റ്റ് ലൈൻ അടക്കം കളർഫുള്ളാക്കി വെച്ചിരിക്കുന്ന നല്ല മനോഹരമായിട്ടുള്ള സ്ഥലം. ഇത് കൊർബ എന്ന് പറഞ്ഞ
നഗരത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. ഇപ്പോൾ നമ്മൾ പോയ സ്ഥലം എല്ലാം കൊർബൻ്റെ ഒരു നഗരത്തിൻ്റെ ഒരു ഭാഗമാണ്. അതൊരു ഗ്രാമപ്രദേശമാണ്, ഇത് കുറച്ച് ടൗൺ ഏരിയയാണ്. ഒരു 3-4 കിലോമീറ്റർ ഡിഫറൻസേ ഉള്ളൂ കേട്ടോ. നമ്മളിപ്പോൾ കുറേ ദൂരെ നടന്നിങ്ങനെ വരുന്നു. ഇവിടുന്ന് 170 കിലോമീറ്റർ ഇനിയും പോകാനുണ്ട് കേട്ടോ അംബികാപൂരിലോട്ട്. എത്ര ദൂരം എത്തുന്ന ഒരു ഐഡിയ ഇല്ല. ലോങ് ആയിട്ട് ഏതെങ്കിലും വണ്ടി കിട്ടുകയാണെങ്കിൽ നമുക്ക് അതിൽ കയറി പോവാം. നമ്മളിപ്പോൾ കുറച്ച് ദൂരം നടന്നു വന്നപ്പോൾ ഇത് വലിയൊരു സിറ്റി തന്നെ കേട്ടോ. ആ ഭാഗത്തായിട്ട് ചെറിയൊരു മാള് പോലത്തെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ കണ്ടു ഞാൻ. ഇവിടെ അത്യാവശ്യം വലിയ എന്തൊക്കെയോ സംഭവങ്ങളുണ്ട്. അതായത് ഇതാ ദൂരത്തൊരു ഫാക്ടറിയൊക്കെ കാണുന്നുണ്ടോ. ഇവിടെ ഇവിടെ ഇല്ലാത്തതിലൊന്നുമില്ല കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. എല്ലാ റൂട്ടിലോട്ടും ബസ് സർവീസ് ഇവിടെ അവൈലബിൾ ആണ്. ഇവിടെ അത്യാവശ്യം എല്ലാത്തരം സംവിധാനങ്ങളും ഉണ്ട് കേട്ടോ. അവിടെ ഒരു പള്ളിയൊക്കെ കാണാൻ കഴിയുന്നില്ല. അപ്പോൾ ഫ്രണ്ട്സ്, ഞങ്ങൾക്കൊരു കാഴ്ച കാണിച്ചു തരാം കേട്ടോ. ഇതുണ്ടല്ലേ, എൻ്റെ ബാക്കിൽ വലിയൊരു തടാകം പോലത്തെ എന്തോ ഒരു സംഭവമാണ്. തടാകം തന്നെയാണ്. അതായത് അവിടെ ഒരു ചെക്ക് ഉണ്ട് കേട്ടോ. ഒരു ഡാം പോലെ, ചെക്ക് ഡാം പോലത്തെ ഒരു സംഭവം ഉണ്ട് ആ ഭാഗത്തായിട്ട്. കണ്ടില്ലേ, വരുന്ന വഴിക്ക് കുറേ അധികം ഫാക്ടറികളും അതുപോലെ തന്നെ ഇടിഞ്ഞ റോഡും വലിയ മേൽപ്പാലവും കുറേ സംഭവങ്ങൾ കണ്ടു കേട്ടോ. എൻ്റെ ബാക്കിൽ പോഞ്ഞിരിക്കുന്നുണ്ട്. അത് എന്തൊക്കെയോ വലിയൊരു ഫാക്ടറിയാണ്. ഞാനൊരു ബയ്യൻ്റെ അടുത്ത് എന്താ ചോദിച്ചപ്പോൾ ആ ബയ്യൻ്റെ തൊള്ളയിൽ എന്തോ വിമല പോലത്തെ എന്തോ സാധനം അതിന് സംസാരിക്കാൻ മുമ്പിൽ കൊണ്ട് പറ്റുന്നില്ല. മുമ്പിൽ വരണം എനിക്കത് മനസ്സിലാവണില്ല. തൊള്ളയിൽ എന്തൊക്കെയോ ഓവോ സംസാരിച്ചിട്ടൊന്നും മനസ്സിലാവണില്ല. കുറേ ദൂരം യാത്ര ചെയ്യാണ്. ഞാനൊരു 6 കിലോമീറ്ററോളം ഒരു ബയ്യൻ്റെ കൂടെ ബൈക്കിൽ യാത്ര ചെയ്ത് വന്നു കേട്ടോ. ഇപ്പോൾ ഇനിയും 160 കിലോമീറ്ററോളം നമുക്ക് ഇനി യാത്ര ചെയ്യാനുണ്ട്. എവിടെ എത്തുന്ന ഒരു ഐഡിയ ഇല്ല. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും യാത്ര തുടങ്ങാം കേട്ടോ. സുഹൃത്തുക്കളെ, ഒരു കാര്യം കാണിച്ചു തരാം. അത് കണ്ടില്ലേ, വലിയൊരു സംഭവം റോഡും കടന്ന് പോകണ പോക്കണ്ടില്ലേ. ദൂരത്തോട്ട് അങ്ങനെ ദൂരം വരെ പോകുന്നുണ്ട്. സംഭവം ഇത് കോളിൻ്റെ ഒരു പ്ലാന്റ് ആട്ടോ അല്ലേ. അവിടെയൊക്കെ നല്ല പുകയുന്നുണ്ട്. എന്താണെന്ന് മനസ്സിലാവുന്നില്ല. കൺവെയർ ബെൽറ്റാണ് തോന്നുന്നത്. അങ്ങനെ വർക്ക് ചെയ്യുന്ന കണ്ടില്ലേ. അതെ, ഇത് ചാർക്കോൾ, അതായത് കോൾ മൈനിങ് ആണ് തോന്നുന്നു കേട്ടോ. ആ ഭാഗത്ത് കണ്ടോ, ആ കൺവെയർ ബെൽറ്റ് ഇങ്ങനെ സഞ്ചരിക്കുന്നുണ്ട്. അതിൽ കൂടെ കാണാൻ കഴിയുന്നുണ്ടോ? ഞാനൊരു കാര്യം കാണിച്ചു തരാം. അതായത് കോൾ മൈനിങ് നടക്കുന്ന ഒരു സംഭവമാണ്. എൻ്റെ താഴെ തന്നെ ആയിട്ട് ഇവിടെ ഒരു ഉണ്ടല്ലേ. ഇത് പറഞ്ഞിട്ട് കൽക്കരിയാണ് കേട്ടോ. നമ്മുടെ കൽക്കരി ഖനനമാണ് ഇവിടെ നടക്കുന്നത്. അത്രയും വലിയ ഒരു ഏരിയയാണ്. ഭയങ്കര വലിയ ഏരിയയാണ്. ചാക്ക് നിറച്ച് കൽക്കരി മേലില്ലേ. ഞാൻ ആദ്യമായിട്ടാണ് കൽക്കരി കൈകൊണ്ട് കൊടുക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അത്രയും വലിയൊരു കൽക്കരി ഖനനം നടക്കുന്ന ഒരു വലിയൊരു ഏരിയയാണ്. കുറേ ദൂരം വന്ന് ക്ഷീണിച്ചിങ്ങനെ ഇരിക്കുകയാണ്. ഒരു ചായ കുടിച്ചിട്ട് റെസ്റ്റ് എടുത്തിട്ട് നമുക്ക് ഒരു 160 കിലോമീറ്ററോളം യാത്ര ഇനി ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് യാത്ര സ്റ്റാർട്ട് ചെയ്യാം. ഒരുപാട് ദൂരം സഞ്ചരിച്ചിട്ട്, അതായത് നമ്മളെ കൽക്കരി ഖനനം കണ്ടില്ലേ, അവിടെ നിന്ന് ഒരു 10 കിലോമീറ്റർ സഞ്ചരിച്ചിട്ട് ഒരു ലോറിയിൽ സഞ്ചരിച്ചിട്ട് നമുക്ക് ഇവിടം വരെ ലിഫ്റ്റ് കിട്ടിയിട്ടോ. അതുപോലെ വരുന്ന സമയത്ത് കുറേ ഫാക്ടറികളുടെ പല ഭാഗങ്ങളും കാണാൻ കഴിയും. അതായത് വലിയൊരു ഈ പുട്ടുംകുറ്റി പോലെ വലിയൊരു സാധനം ഇങ്ങനെ എന്താണ് പറയാം, ഒരു ഫാക്ടറിയിലൊക്കെ ഉണ്ടാവും ഒരു ഇങ്ങനെ വളഞ്ഞിട്ടൊരു സാധനം, അതൊക്കെ കാണാൻ കഴിഞ്ഞു. നമ്മളിപ്പോൾ ഒരു 4 ഭാഗത്തോട്ടല്ല 2 ഭാഗത്തോട്ട് പിരിയുന്നൊരു സ്ഥലത്തൊന്ന് എത്തിയിട്ടുണ്ട്. അതങ്ങ് കാണാൻ കഴിയും. അംബികാപൂർ 153 കിലോമീറ്റർ, മറ്റേ ബിലാസ്പൂർ, പേന്ദ്ര അങ്ങനത്തെ എന്തൊക്കെയോ സ്ഥലങ്ങളുണ്ട്. ഇപ്പോൾ പല ഭാഗത്തോട്ടും തിരിഞ്ഞു പോകുന്നുണ്ട് കേട്ടോ റോഡ്. നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു സ്ഥലത്താണ് എത്തിപ്പെട്ടിട്ടുള്ളത്. അത്യാവശ്യം ഒരു തുറസായ സ്ഥലമാണ്. ഒരു ചെറിയൊരു കടയൊക്കെ കാണാൻ കഴിയും ആ ഭാഗത്ത്. അതായത് ഒരു കുഗ്രാമം എന്നൊക്കെ പറയില്ല, അങ്ങനത്തെ ഒരു ഏരിയയിലാട്ടോ വന്ന് പോയിട്ടുള്ള. നമ്മളിപ്പോൾ ഒരു ബൈക്കിൽ യാത്ര ചെയ്തിട്ട് ഒരു 2-3 കിലോമീറ്റർ ഇങ്ങോട്ട് ഒരു ബൈ ആക്കി തന്നു കേട്ടോ. ഇപ്പോൾ ഇപ്പുറത്തായിട്ട് ഒരു സ്കൂളൊക്കെ കാണാൻ കഴിയും. നമ്മളിപ്പോൾ ഒരു അത്യാവശ്യം വലിപ്പമുള്ളൊരു ഗ്രാമപ്രദേശത്തിൽ വന്ന് എത്തിയിട്ടുണ്ട്. അത്യാവശ്യം ജനക്കൂട്ടമൊക്കെ ഉള്ളൊരു ഏരിയയാണ് കേട്ടോ. നമ്മളൊരു 10 കിലോമീറ്റർ കടന്നിപ്പുറത്ത് എത്തിയപ്പോഴേക്കും ഇങ്ങനൊരു ഗ്രാമപ്രദേശം കണ്ടു. അതായത് ഓരോ 5-10 കിലോമീറ്റർ കൂടുന്തോറും നല്ലൊരു ഗ്രാമപ്രദേശം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്.
ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗുഹാപൂർ ഒരു വലിയൊരു നഗരമുണ്ട്. അവിടെ ഒടുക്കാത്ത ട്രാഫിക് ബ്ലോക്കാണ്. എനിക്ക് വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല, അത്രയും തിരക്കട്ടെ. അതിൻ്റെ അപ്പുറം എന്തൊക്കെയോ ഉത്സവം കാര്യങ്ങളൊക്കെ ഉണ്ടാവാത്തായിട്ട് നഗരത്തിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു 3-4 കിലോമീറ്റർ നമ്മൾക്കൊരു ബയ്യ ലിഫ്റ്റ് വന്നു ബൈക്കിൽ. ഇനിയൊരു 145 കിലോമീറ്റർ കൂടി സഞ്ചരിക്കാനുണ്ട് കേട്ടോ. സമയം ഇപ്പോൾ വന്നിട്ട് 4 മണി ആവാറായി. കുറച്ച് ദൂരം നടന്നു വന്നപ്പോൾ ഞാൻ വലിയൊരു മല കണ്ടു. അതായത് എൻ്റെ മുന്നിൽ ഇപ്പോൾ വലിയൊരു മല ഉണ്ട്. എന്തൊക്കെ ക്ഷേത്രം എന്തോ ആണ്, ഞാൻ കാണിച്ചു തരാം കേട്ടോ. നല്ല അടിപൊളിയുണ്ട് കാണാൻ, നല്ല പച്ചപ്പും ഒരു പ്രത്യേകതരം ഭംഗി കാണാൻ. കാണിച്ചു തരാം. ഈ ഒരു മേലെ ക്ഷേത്രം അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. അത്യാവശ്യം നല്ല ഒരു പ്രത്യേകതരം ഭംഗിയാണ് കാണാൻ. കണ്ടില്ലേ? ഇവിടെ ക്യാമ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരുന്നു. കണ്ടില്ലേ ഇതിൻ്റെ ഒരു ഭംഗി നോക്കാം. നമ്മളിപ്പോൾ ഒരു കവാടത്തിൻ്റെ അടുത്തെത്തുന്നു. തൊട്ടപ്പുറത്തൊരു ടോൾ ബൂത്ത് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല മനോഹരമായിട്ടുള്ളൊരു സംഭവം. നല്ല അടിപൊളി റോഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ഒരു ബ്രോനെ കിട്ടിയിട്ടുണ്ട്, കാണിച്ചു തരാം കേട്ടോ. അല്ലേ പിന്നെ എനിക്ക് അവിടെ നിന്ന് കിട്ടിയതാണ്. ഇപ്പോൾ കുറച്ച് നേരം എൻ്റെ അടുത്ത് എൻ്റെ ഒപ്പം നടക്കണം ഇങ്ങനെ. ഇപ്പോൾ എവിടെയെങ്കിലും ക്യാമ്പ് ചെയ്യാനുള്ള അവസ്ഥ. ഇവിടുന്ന് ഇനി 142 കിലോമീറ്റർ യാത്രയുണ്ട്. എന്നെക്കൊണ്ട് എത്തിപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. കാരണം അത്രയും പരിതാപകരമാണ് കേട്ടോ. നമുക്ക് ഇന്ന് ഇവിടെ എവിടെയെങ്കിലും സ്റ്റേ ചെയ്യാൻ ഇപ്പോൾ സമയം 4:30 ആയിട്ടുണ്ട്. സോറി 4:30 ആയിട്ടുണ്ട്. ഒരു 6 മണിൻ്റെ ഉള്ളിൽ നമുക്ക് പോകാൻ അത്രയും പോവാം. അല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും സ്റ്റേ അടിക്കാൻ പറ്റിയ സ്ഥലം നോക്കി അവിടെ ക്യാമ്പ് ചെയ്തിട്ട് നമുക്ക് നാളെ രാവിലെ മുതൽ യാത്ര സ്റ്റാർട്ട് ചെയ്യാം. ഇടയ്ക്ക് കുറേ കാഴ്ചകൾ ഞാൻ കണ്ടു. പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റിയ അവസ്ഥയായിരുന്നില്ല. കാരണം അത്രത്തോളം ജനപ്പെരുക്കും എനിക്കോ മേളയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ ഭാഗത്ത്. നോക്കാം. ഇപ്പോൾ എന്താ പറയുക, കാടിൻ്റെ ഉള്ളിലൂടെയൊക്കെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മളൊരു വണ്ടിയിലാണ്. ചുറ്റിനും കാടുകളാണ്, ഫുള്ള് കാടാണ്. കണ്ടില്ലേ? ഈ വഴിയൊക്കെ കൊണ്ട് എന്ത് രസമല്ല കാണാൻ. നമ്മുടെ ഛത്തീസ്ഗഡിൻ്റെ ഉള്ളിൽ ഇത്രയും നല്ല മനോഹരമായിട്ടുള്ള റോഡും നല്ല കാടൊക്കെ ഉള്ളതെന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. അതായത് ശരിക്കും ഉണ്ട്. നമ്മൾ എത്തിപ്പെടാണ്ടാണ് അങ്ങോട്ട്. അപ്പോൾ എൻ്റെ യാത്ര ഇതും കൂടിയായി. ഞാൻ ഹാപ്പിയായി, തൃപ്തനായി. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ കാറിൻ്റെ ഉള്ളിലാണ്. നമുക്കൊരു ബൊലേറോ കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ? നമ്മൾ വഴി നീട്ടിയതാട്ടോ. നമ്മളിപ്പോൾ നല്ല അടിപൊളി സ്ഥലത്തോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നല്ല അടിപൊളി വലിയ മലയൊക്കെ വരുന്നുണ്ട് കേട്ടോ. ആ ഭാഗത്തായിട്ട് നല്ല ഇളം വെയിലടിക്കുന്നുണ്ട്. സമയം 5:15 നമുക്ക് നമ്മൾ നിന്ന സ്ഥലത്ത് നിന്ന് 150 കിലോമീറ്റർ ഡയറക്റ്റ് ഒരു ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ഡ്രൈവർ. ഇപ്പോൾ നമ്മൾ കണ്ടുപിടിക്കുന്ന നല്ല അടിപൊളി പ്ലേസസ് ആട്ടോ. ചുറ്റിനും കാടുകളും മലകളും കണ്ടില്ലേ? രാത്രിയാകുമ്പോൾ ഭയങ്കര തണുപ്പും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ. കണ്ടില്ലേ? നമ്മുടെ തനിതായ ഗ്രാമപ്രദേശങ്ങളാട്ടോ ഛത്തീസ്ഗഡിൻ്റെ. അതിൻ്റെ ഉള്ളിലുള്ള യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. എന്ത് മനോഹരമായിട്ടുള്ള സ്ഥലമാണെന്ന് പറയുക കാണാൻ. നമ്മൾ ഇതിലൂടെ ഉള്ളിലോട്ട് ഇറങ്ങി യാത്ര ചെയ്യുമ്പോഴാണ് ശരിക്കും യഥാർത്ഥ നമ്മുടെ ഇന്ത്യയുടെ അവസ്ഥ എന്ന് നമുക്ക് മനസ്സിലാവുക. അതൊരു രസം തന്നെയാണ് കാണാൻ. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ സഞ്ചരിച്ച വണ്ടി ഇതാട്ടോ. ലിഫ്റ്റ് കിട്ടി വന്നാണ് ഒരു ബ്രോൻ്റെ അടുത്ത് നിന്ന്, ഒരു സഹോദരൻ്റെ അടുത്ത് നിന്ന്. അപ്പോൾ നമ്മൾ പർല പറഞ്ഞിട്ടൊരു എന്താ പറയുക ഒരു ഗ്രാമത്തിലായിട്ടുള്ളത്. അതായത് കണ്ടില്ലേ? ഇതാണ് ഏരിയ. പർല എന്നാണ് പറയുക ഗ്രാമത്തിൻ്റെ പേര്. അത്യാവശ്യം ചെറിയ തിരക്കും കാര്യങ്ങളൊക്കെ നമുക്ക് പോവാട്ടോ. വണ്ടി എടുക്കാൻ സമയം. പോയിക്കൊണ്ടിരിക്കുന്ന വഴിയായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടില്ലേ? എന്ത് മനോഹരമായിട്ടുള്ള സ്ഥലം അറിയോ? അതായത് പച്ച വിരിച്ച കാടിൻ്റെ നടുക്കൂടൊരു നേരെയുള്ളൊരു പാത. നല്ല എന്താ പറയുക, ഇളം വെയിലടിക്കുന്നുണ്ട്. അത് നമ്മുടെ മരങ്ങളുടെ മേൽഭാഗത്ത് തട്ടി നിൽക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗി. കണ്ടില്ലേ? നീലയും ഓറഞ്ചും പച്ചയും നിറഞ്ഞ എല്ലാ കളറും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മുടെ പ്രകൃതിൻ്റെ ഭംഗി കണ്ടില്ലേ നിങ്ങൾ?
അപ്പോൾ നല്ല സമയത്താണ് നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം നല്ല അടിപൊളി ക്ലൈമറ്റ് ആട്ടോ. കുറച്ചുകൂടി കഴിഞ്ഞാൽ തണുപ്പൊക്കെ ഇറങ്ങാൻ തുടങ്ങും. അപ്പോൾ എന്താ പറയുക, ഒന്നുകൂടി രസമായിരിക്കും. മിഡ് നൈറ്റ് ആകുമ്പോഴേക്കും നല്ല തണുപ്പായിരിക്കും കേട്ടോ, നമുക്ക് സഹിക്കാൻ കഴിയില്ല. അതായത് അത്യാവശ്യം മഞ്ഞുണ്ടാവും, നമുക്ക് ചെറിയൊരു ജാക്കറ്റൊക്കെ ഉണ്ടെങ്കിൽ പ്രതിരോധിക്കാൻ കഴിയും. ഒരു 10-20 കിലോമീറ്റർ യാത്ര ചെയ്തിട്ട് ഒരു ഗ്രാമത്തിൽ വന്ന് എത്തിച്ചേർന്നിട്ടുണ്ട് കേട്ടോ. ഗ്രാമത്തിൻ്റെ പേരെന്താണെന്നൊന്നും അറിയില്ല. ഏതായാലും അത്യാവശ്യം ആളുകളൊക്കെ ഉള്ളൊരു ചെറിയൊരു ഗ്രാമം. എല്ലാ ഗ്രാമങ്ങളും ഒരേപോലെ തന്നെ കേട്ടോ, വലിയൊരു ഡിഫറൻസ് ഒന്നുമില്ല. അപ്പോൾ ഈ കണ്ട ഗ്രാമത്തിൻ്റെ പേര് മൊർഗ എന്നാണ് കേട്ടോ. മൊർഗ ഗ്രാമം ഉണ്ടല്ലോ. ഇവിടുത്തെ പേരൊക്കെ ഉണ്ടല്ലേ, ഭയങ്കര ഡിഫറൻസ് ആണ് ഓരോന്നും. ഒരു ട്രെയിനിൻ്റെ എഞ്ചിൻ്റെ ബോഡി കൊണ്ടുപോകാം. ഇത് ട്രെയിനിൻ്റെ എഞ്ചിൻ്റെ ബോഡി കേട്ടോ. ഇതിൽ എഞ്ചിൻ കാര്യങ്ങളൊന്നുമില്ല, ചക്രമൊന്നുമില്ല, അല്ലേ? ഒടുക്കത്തെ തണുപ്പോട്ടോ. വണ്ടി ചൂടായിട്ട് അത് ഓപ്പൺ ചെയ്തിട്ടിരിക്കുകയാണ്. ഇവിടെ ഒരാൾക്ക് ഭയങ്കര മടിയാണ് വീഡിയോയിൽ വരാൻ. ഫുള്ള് ഇരുട്ടാണ്. അതായത് ഇപ്പോൾ ലോറിൻ്റെ വെളിച്ചത്തിലാണ് വീഡിയോ എടുക്കുന്നത്. വണ്ടി ഫുള്ള് ചൂടായിട്ട് വണ്ടി നിർത്തിയിട്ടിരിക്കുകയാണ്, തണുപ്പാകാൻ ഒന്ന് കൂളാൻ വേണ്ടിയിട്ട്. ഭയങ്കര തണുപ്പിട്ട് ഇവിടെ, ഒടുക്കത്തെ തണുപ്പാണ് ഛത്തീസ്ഗഡ് പറയുന്നത്. ഏറ്റവും പോകുന്നത് ഇപ്പോൾ എങ്ങനെ ഒരു 10-20-22 ആയെന്ന് തോന്നുന്നു തണുപ്പ്. അത്രയും തണുപ്പുണ്ട് ഇവിടെ. നമ്മളിപ്പോൾ ഉള്ളത് ജിർമിരി കൊണ്ടൊരു ഗ്രാമത്തിലാട്ടോ. അവിടെ കുറേ ആളുകൾ ഇരുന്നിട്ട് തീ കായുന്നുണ്ട്. കണ്ടില്ലേ, കുറേ ലോറികളൊക്കെ പോകുന്ന അത്യാവശ്യം വലിയൊരു ഏരിയ കേട്ടോ. നമ്മുടെ വണ്ടി ഇപ്പോഴും കൂളായിട്ടില്ല. ഞാനിപ്പോൾ ഉള്ളത് അംബികാപൂരിലാണ്. അതായത് ഇന്നലത്തെ ആ യാത്ര കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് സ്റ്റേ അടിച്ചു. അതായത് എൻ്റെ കൂടെ ഒരാളുണ്ടായിരുന്നു, അങ്ങനെ അപ്പോൾ ഞാൻ സ്റ്റേ അടിച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ എന്താ പറയുക, ഇന്നലെ കണ്ടില്ലേ ഒരു വണ്ടി സ്ഥലത്തോട് നിർത്തിയിട്ടിട്ട് ഒരു സ്ഥലം വണ്ടി ഹീറ്റായിട്ട് കുറച്ച് കൂളാൻ വേണ്ടി നിർത്തിയിട്ടില്ലേ. അവിടെ 20 ഡിഗ്രി കേട്ടോ കാലാവസ്ഥ, നല്ല തണുപ്പായിരുന്നു. അപ്പോൾ നമ്മൾ വെയിലത്തോട് നടക്കുമ്പോൾ ഭയങ്കര ആശ്വാസമാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നലത്തെ യാത്രാവിശേഷങ്ങളും. ഇനി ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കയറി കാണുക, സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായി വീണ്ടും കാണുന്നത് എല്ലാവർക്കും ഗുഡ് ബൈ.